കോർപ്പറേഷൻ ഫണ്ട് ഉപയോഗിച്ച് പുറത്തിറക്കിയിട്ടുള്ള പുസ്തകം കൗൺസിലർമാർക്ക് പോലും നേരിട്ടൊരു കോപ്പി പോലും എത്തിക്കാതെ CPM-ന്റെ പാർട്ടി ഓഫീസുകളിൽ എങ്ങനെയാണ് ഈ തിളക്കം മാഗസിൻ കോർപ്പറേഷൻ എത്തിക്കുന്നത്? ഇവിടെ വിതരണം ചെയ്യുന്നത് LDF-ന്റെ സ്ഥാനാർത്ഥിയാണ്. സ്ഥാനാർത്ഥിയും CPM-ന്റെ മുതിർന്ന നേതാക്കളും ചേർന്നുകൊണ്ടാണ് വീടുകളിൽ വിതരണം ചെയ്യുന്നത്. വിതരണം തടഞ്ഞതിന് ശേഷവും വീണ്ടും ഇവിടെ അതിന്റെ വിതരണം നടക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഗൗരവത്തോടു കൂടെ കാണേണ്ടിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ് നടന്നിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ലംഘനമാണ്. അതിന്റെ തെളിവ് സഹിതം ഞങ്ങൾ കലക്ടർക്ക് പരാതി അയച്ചിട്ടുണ്ട്. ഇനി വരുന്ന തെരഞ്ഞെടുപ്പില് ഒരു പരാജയ ഭീതി തീർച്ചയായിട്ടും കോർപ്പറേഷൻ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് 2-3 ദിവസം മാത്രം ഇലക്ഷന് ബാക്കി നിൽക്കെ ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നത്. നമസ്കാരം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കോഴിക്കോട് കോർപ്പറേഷൻ ഭരണസമിതി ഒരു വലിയ വിവാദത്തിലകപ്പെട്ടിരിക്കുകയാണ്. കോഴിക്കോട് കോർപ്പറേഷന്റെ വികസന നേട്ടങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അവർ പുറത്തിറക്കിയ പ്രോഗ്രസ് റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കാരപ്പറമ്പ് ഡിവിഷൻ മുൻ കൗൺസിലറും അതുപോലെ തന്നെ BJP സ്ഥാനാർത്ഥിയുമായിട്ടുള്ള നവ്യ ഹരിദാസ് കളക്ടർക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കളക്ടർ ഇപ്പോൾ ലഘുലേഖ വിതരണം ചെയ്യുന്നത് തടഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം കാരപ്പറമ്പിലെ കൗൺസിലർ കൂടിയായിട്ടുള്ള നവ്യ ഹരിദാസ് ഉണ്ട്. ലഘുലേഖയ്ക്കകത്ത് പറയുന്നത് കോഴിക്കോട് കോർപ്പറേഷന്റെ വികസന പ്രവർത്തനങ്ങൾ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ തന്നെയാണ്. ഇവിടെ പ്രശ്നം കൗൺസിലർമാർക്ക് പോലും വിതരണം ചെയ്യാതെ കോഴിക്കോട് കോർപ്പറേഷൻ ഈ കോർപ്പറേഷൻ ഫണ്ട് ഉപയോഗിച്ച് പുറത്തിറക്കിയിട്ടുള്ള പുസ്തകം ഇന്ന് CPM-ന്റെ ബ്രാഞ്ച് ഓഫീസുകൾ മുഖേന ഇവിടെ പാർട്ടി ഓഫീസുകളിലാണ് അത് എത്തിച്ചിരിക്കുന്നത്. ആ പാർട്ടി ഓഫീസുകളിൽ നിന്നും LDF-ന്റെ സ്ഥാനാർത്ഥികൾ വീടുകൾ കയറി ഇറങ്ങി ഈ മാഗസിൻ കൊടുക്കുന്നു എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യം. കൗൺസിലർമാർക്ക് പോലും നേരിട്ടൊരു കോപ്പി പോലും എത്തിക്കാതെ CPM-ന്റെ പാർട്ടി ഓഫീസുകളിൽ എങ്ങനെയാണ് ഈ തിളക്കം മാഗസിൻ കോർപ്പറേഷൻ എത്തിക്കുന്നത് എന്നുള്ള ചോദ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് കലക്ടർക്ക് കത്ത് നൽകിയിട്ടുള്ളത്. ഇതിനകത്ത് പറയുന്നത് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണെന്നാണ് പറയുന്നത് അല്ലേ? തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ് നടന്നിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ലംഘനമാണ്. അതിന്റെ തെളിവ് സഹിതം ഞങ്ങൾ കലക്ടർക്ക് പരാതി അയച്ചിട്ടുണ്ട്. അതെ, കലക്ടർ അത് വിതരണം തടഞ്ഞതിന് ശേഷവും വീണ്ടും ഇവിടെ അതിന്റെ വിതരണം നടക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഗൗരവത്തോടു കൂടെ കാണേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കും ഇങ്ങനെ ഒരു ലഘുലേഖ വിതരണം ചെയ്യുന്നതിന് പിറകിൽ CPM-ന്റെ അല്ലെങ്കിൽ LDF-ന്റെ ഒരു പരാജയ ഭീതിയാണ്. ലഘുലേഖയല്ല, ഒരു പുസ്തകമാണ്. ഒരുപാട് പേജസ് അടങ്ങിയിരിക്കുന്ന പ്രിന്റ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ് വിതരണം ചെയ്യുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിലെ LDF-നെ സംബന്ധിച്ചിടത്തോളം കുറെ പതിറ്റാണ്ടുകളായിട്ട് അവർ തന്നെ ഭരിക്കുന്ന ഒരു കോർപ്പറേഷനാണ്. അപ്പോൾ ഇനി വരുന്ന തെരഞ്ഞെടുപ്പില് ഒരു പരാജയ ഭീതി തീർച്ചയായിട്ടും കോർപ്പറേഷൻ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇതിന് അനുമതി മുൻപ് ലഭിച്ചിരുന്നെങ്കിലും അത് മുൻപൊന്നും വിതരണം ചെയ്യാതെ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ച് ഒരു 2-3 ദിവസം മാത്രം ഇലക്ഷന് ബാക്കി നിൽക്കെ ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നത്. ഇല്ലാത്ത നേട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് മറച്ചു നോക്കുമ്പോൾ കേന്ദ്ര സർക്കാർ പദ്ധതികൾ എടുത്ത് കാണിച്ചുകൊണ്ട് തന്നെയാണ് കോർപ്പറേഷൻ ഇത് പുറത്തിറക്കിയിരിക്കുന്നത്. അതിനിടെ LDF നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഇത് മുൻപേ തന്നെ കൗൺസിലർമാർക്ക് നൽകിയിരുന്നു, ഒക്ടോബറിൽ തന്നെ നൽകിയിരുന്നു എന്നുള്ളതാണ്. അത് വിതരണം ചെയ്യുമെന്ന് പറഞ്ഞിട്ടായിരുന്നു, കൗൺസിലർമാർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് എത്രമാത്രം വാസ്തവം ഉണ്ടായിരുന്നു? ഇല്ല, കൗൺസിലർമാർക്ക് ആ മാഗസിൻ വിതരണം ചെയ്തിട്ടില്ല. കൗൺസിലർമാർക്ക് മാഗസിൻ വിതരണം ചെയ്താലും ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ അത് പാർട്ടി ഓഫീസുകൾ മുഖേനയല്ലല്ലോ എത്തിക്കേണ്ടത്. ആ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അതും ഈ പെരുമാറ്റച്ചട്ടം നിലവിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ, ഇലക്ഷന് വേണ്ടി 4 ദിവസങ്ങൾ മാത്രം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ വിതരണം ചെയ്യുന്നത് LDF-ന്റെ സ്ഥാനാർത്ഥിയാണ്. സ്ഥാനാർത്ഥിയും CPM-ന്റെ മുതിർന്ന നേതാക്കളും ചേർന്നുകൊണ്ടാണ് വീടുകളിൽ വിതരണം ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതെ, ഈ ഡിവിഷനിൽ അങ്ങനെയാണ് വിതരണം ചെയ്തത്. വീട്ടുകാരാണ്, നിരവധി വീട്ടുകാരാണ് ഇതിന്റെ പരാതി തന്നിട്ടുള്ളത്. ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട് എന്നുള്ളത്. വീടുകള് അവര് കേന്ദ്രീകരിച്ചുകൊണ്ട് രാവിലെ തന്നെ അത് വീടുകളിൽ ഈവൻ വാതിലുകൾ പോലും തുറക്കുന്നതിന് മുൻപ് അത് വീട്ടിന്റെ മുറ്റത്തിട്ട് പോവാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം വീണ്ടും ഇത് വിതരണം ചെയ്യുന്ന സമയത്ത് തടഞ്ഞാലോ എന്നുള്ള ഭീതി കൊണ്ട് ആളുകളെ പോലും കാത്തു നിൽക്കാതെ വീടിന് മുന്നിൽ ഈ പുസ്തകം ഇട്ടു പോയിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഇത്തരത്തിൽ ജയിക്കാനായിട്ട് അങ്ങേയറ്റം വരെ പോവാണ്. എന്നാലും എന്താണ് നിങ്ങളുടെ ഒരു വിജയപ്രതീക്ഷ എത്രമാത്രമുണ്ട്? മുമ്പ് നിലവിൽ കൗൺസിലറാണ് ഇവിടുത്തെ. 100% വിജയപ്രതീക്ഷയുമായിട്ടാണ് ഞങ്ങൾ മുന്നേറുന്നത്. മികച്ച പ്രതികരണമാണ് നാട്ടുകാരിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പുസ്തക വിതരണം ഒന്നും നിങ്ങളുടെ വിജയത്തെ തടയുകയില്ല? ഒരിക്കലും തടയില്ല. പക്ഷെ പെരുമാറ്റച്ചട്ട ലംഘനം അത് ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു പുസ്തകം വിതരണം ചെയ്തത് കൊണ്ടോ കോർപ്പറേഷനിൽ
പുസ്തകം വിതരണം ചെയ്യുന്നത് ഒരു കാരണവശാൽ BJPക്ക് നല്ലതാണ്. കാരണം BJPയുടെ ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ കോഴിക്കോട് കോർപ്പറേഷനിൽ എത്രമാത്രം നടപ്പിലാക്കി എന്നുള്ളത് ആ പുസ്തകം മറിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ചട്ടം നിലനിൽക്കെ ഇങ്ങനെ ചട്ടം ലംഘിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിന് ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ളത് മാത്രമാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇപ്പോൾ കാരപ്പറമ്പ് ഡിവിഷൻ NDA സ്ഥാനാർത്ഥിയും വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് വിജയം NDAക്ക് സുനിശ്ചിതമാണ്. പക്ഷേ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുകൊണ്ട് ഈ വിജയിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന LDFന്റെ ഒരു നിലപാട്, അതിനുവേണ്ടി എന്തും ചെയ്യും എന്നുള്ള ഒരു നിലപാടാണ് ഇവർ ചോദ്യം ചെയ്യുന്നത്. ഇത് സംബന്ധിച്ച് കാരപ്പറമ്പിലെ നിലവിലെ കൗൺസിൽ കൂടിയായിട്ടുള്ള നവ്യ ഹരിദാസ് ഇത്തരത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. അതിന്മേൽ കളക്ടർ ഇപ്പോൾ നടപടി എടുത്തിരിക്കുകയാണ്, വിതരണം തടഞ്ഞിരിക്കുകയാണ്. എന്നാൽ പോലും ഈ കളക്ടറുടെ വിലക്ക് പോലും ലംഘിച്ചുകൊണ്ട് വിതരണം നടക്കുന്നു എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കോഴിക്കോട് നിന്ന് നിഖിൽ കാടത്ത്, മറുനാടൻ TV.